മക്കളെ വിളിച്ചു വരുത്തുന്ന ദൈവം. ഗോഡ് ഹൂ ബ്രിങ്സ് ബാക്ക് ദ ചിൽഡ്രൻ. ദൈവമക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെവിടെയായിരുന്നാലും മരിച്ച അവസ്ഥയിലാണേലും തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മളെ വിളിക്കുന്നത്. ആ ദൈവം വചനം നമ്മൾ കർത്താവ് പറയുന്നുണ്ട്, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം ഭൂമിയിലത് പ്രശംസാ വിഷയമാക്കുവോളം നീ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. നമ്മൾ വേറെ ആരുടെ അടുക്ക പോകുന്നില്ലല്ലോ, ഒറ്റയാരുടെ അടുക്കൽ ദൈവം. യഹോവയാം ദൈവം എൻ്റെ പാറയാണ്, അവൻ എൻ്റെ ശരണവും എൻ്റെ കോട്ടയും എൻ്റെ പാറയും എൻ്റെ ഗീതവും എൻ്റെ സങ്കേതവും എൻ്റെ സംഗീതവും അവൻ തന്നെയാണ്. ഉറപ്പുള്ള ദൈവമാണ്. ഈ ഉറപ്പുള്ള ദൈവത്തിനകത്ത് എല്ലാം ഉൾക്കൊള്ളുകയാണ്. അവൻ ആൽഫ ആൻഡ് ഒമേഗയാണ്. അവൻ പറയുന്നു, നിൻ്റെ മക്കളെ ഞാനാണ് തിരിച്ചു കൊണ്ടുവരുന്നത്, ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. കാണണം. ആത്മാവ് വിളിച്ചു പറയുകയാണ്. ഈ വചനം പല പ്രാവശ്യം അമ്മയപ്പന്മാർ മക്കളെക്കുറിച്ച് വേദനിക്കുന്നവർ പല പ്രാവശ്യം കേൾക്കുക, അന്യോന്യം പ്രാർത്ഥിക്കുക. ഇതുപോലെയുള്ള അനേക മക്കൾക്ക് ഇത് പ്രയോജനമാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. എപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചെന്ന് കൊള്ളുന്നതെന്ന് അറിയത്തില്ല. ഒരാൾ തന്നെ പ്രാർത്ഥിച്ചാൽ 2 പേര് 10 പേരെ ഓടിച്ചാൽ 10 പേര് 1000 പേരെ ഓടിക്കും. 1000 ഒരു 100 പേര് ഓടിയാൽ 10,000 പേരെ ഓടിക്കാൻ. എവിടെയാണ് നമ്മുടെ പ്രാർത്ഥന ചെന്ന് കൂട്ടമായിട്ട് ചെന്നിട്ട് ഒന്നിച്ച് സ്വർഗത്തിലേക്ക് ചെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ഹേമിച്ചിറങ്ങി വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വെളിച്ചമുണ്ടാകട്ടെ, ശത്രുവിനെ തോൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് മക്കളിൽ ബോധം കൊടുത്ത് തിരിച്ചു വരും. മുടിയനായ പുത്രൻ എവിടെ പോയി കിടക്കുകയായിരുന്നു? പന്നിക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇരുന്നപ്പോഴേ ഒന്നും ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ദൈവം തന്നെ ആ ദരിദ്രാവസ്ഥ വരുത്തി അവന് സുബോധം വന്നു. എൻ്റെ അപ്പൻ്റെ കൂടെ പോയിരുന്ന എനിക്കിതിലും അവിടെയുള്ള ജോലിക്കാർക്ക് ഇതിൽ കൂടുതൽ സുഖമുണ്ട്, ഞാൻ തിരിച്ചു പോവുകയെന്ന് പറഞ്ഞു. ഒരു തിരിച്ചുവരവ് ദൈവമാണ് എല്ലായിടത്തും ഓർക്കസ്ട്രേറ്റ് എന്ന് ഒരുക്കുന്നത്. കർത്താവ് പറയുന്നത്, സെക്കറിയായിനകത്തൊരു വാക്യമുണ്ട്, സെക്കറിയ 10:6 ഇങ്ങനെയാണ് വായിക്കുന്നത്. 10:6 വായിക്കുന്നു, യഹൂദാ ഗൃഹത്തെ ബലപ്പെടുത്തും. ഞാനാണ് യഹൂദാ ഗൃഹം എന്ന് പറയുന്നത് ദൈവം പുത്രൻ തമ്പുരാൻ വന്ന ഗോത്രമാണ് യഹൂദ. നമ്മളെല്ലാം ക്രിസ്തുവിൽ യഹൂദാ ഗോത്രത്തിൽപ്പെട്ടവരായി മാറിയിരിക്കുകയാണ്. ഞാൻ യഹൂദാ ഗൃഹത്തെ ബലപ്പെടുത്തുകയും ജോസഫ് ഗൃഹത്തെ രക്ഷിക്കുകയും എനിക്ക് അവരോട് കരുണ തോന്നുന്നുണ്ട് അവരെ മടക്കി വരുത്തുകയും ചെയ്യും. എനിക്ക് ദൈവത്തിന് ഒരാളോട് കരുണ തോന്നിയോ? അപ്പം നമ്മൾ മക്കളിലല്ല നോക്കേണ്ടത്, കർത്താവിൻ്റെ കണ്ണിലേക്ക്. വേറെ എങ്ങും നോക്കരുത്. അവിടെ അല്പനേരം ഇരിക്കെ അവന് മടക്കി വരുത്തും. ഞാൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ലാത്തതുപോലെ, അതായത് ഒരിക്കലും മറക്കാത്തവർ തിരിച്ചു വരുമ്പോൾ നമ്മൾ മക്കൾ പിണങ്ങിയിരുന്ന് വെച്ചാൽ അവർ തിരിച്ചു വരുന്ന കെട്ടിപ്പിടിക്കുമ്പോൾ എല്ലാം മറന്നു. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. പിണങ്ങിയിരിക്കുന്ന മിണ്ടാതിരിക്കുന്ന ഒരു ശാപമാണ്. അത് അഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ലാതുപോലെ, ഞാൻ അവരുടെ ദൈവമായ യഹോവയല്ലോ, ഞാൻ അവരെ ഓർക്കും. കണ്ടോ, കർത്താവ് ഓർക്കും. കർത്താവ് ഓർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം ഒരു കാര്യം ഓർത്തെങ്കിൽ വ്യത്യാസമുണ്ട്. ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കയാൽ, അതാണ് ദൈവം ഒരു വാഗ്ദത്തം തന്നു. ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കയാൽ ഞാൻ അവരെ ചൂളകുത്തി ശേഖരിക്കും. ചൂള വിസിലടിക്കുകയാണ്. ദൈവം നമ്പുരാൻ വിസിലടിക്കുമ്പം തിരിച്ചു വരുന്ന പോലെ ചൂളകുത്തി വിളിച്ചു വരുത്തും. ഞാൻ അവരെ ചൂളകുത്തി ശേഖരിക്കും, അവ പെരുകിയിരുന്നത് പോലെ പെരുകും. ഞാൻ അവരെ ജാതിയുടെ ഇടയിൽ വിതറും, ദൂരദേശങ്ങളിൽ വെച്ച് അവരെന്നെ ഓർക്കും. ദൂരദേശങ്ങളിൽ പാർക്കുന്നവർ ദൈവത്തെ സമയത്ത് ഓർക്കട്ടെ. ഓർപ്പിക്കുകയാണ്. അവർ മക്കളോടുകൂടെ ജീവിച്ച് മടങ്ങി വരും. ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് മടക്കി വരുത്തും. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും. അവർ അവൻ്റെ നാമത്തിൽ സഞ്ചരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതൊരു വാഗ്ദത്തമാണ്. ദൈവത്തിൻ്റെ സോവറിൻ ആക്റ്റാണ്. അതായത് ദൈവം പറഞ്ഞ് ഞാൻ അവരെ തിരിച്ചുകൊണ്ട്. പിന്നെ നമ്മൾ അടുത്തോട്ടും വലതോട്ടും നോക്കണ്ട. പിന്നെ അപ്പച്ചൻ്റെ കണ്ണിലോട്ട് ചില ചെറിയ പട്ടിക്കുട്ടികളെ കണ്ടിട്ടുണ്ടോ? അവർ ഈ നമ്മൾക്ക് 4 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ചായ കുടിക്കും, അവർ വന്ന് പുറത്തിരുന്നേച്ച് കുറച്ച് കഴിയുമ്പോൾ അവർക്കറിയാം നമ്മൾ കൊടുക്കുമെന്ന്. ആ സമയത്ത് അങ്ങേപ്പുറത്തോട് എലി പോകട്ടെ പാമ്പ് പോകട്ടെ അവൻ കേൾക്കൂല. ബിക്കോസ് കാണത്തില്ല, അവൻ്റെ കോൺസെൻട്രേഷൻ ഈസ് ഓൺ അസ് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത് എങ്കിൽ അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കാനുള്ള കൃപ നമുക്കാണ് വേണ്ടത്. മക്കളെ മാറ്റി നിർത്ത്, വിഷമം മാറ്റി നിർത്ത്. എക്കത്തിലും ഉത്തരം തരുന്ന ദൈവത്തെ മാത്രം അങ്ങോട്ട് നോക്ക്. മനുഷ്യരിൽ നിന്ന് മറ്റുള്ളവരോട് എനിക്ക് അല്പം കാശ് തരാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം രൂപ വാങ്ങിക്കാൻ ചിലർക്കത് വലിയ പ്രയാസമാണ്. പക്ഷെ പോയി ചെന്ന് ചോദിക്കുന്നവരിൽ കാണുമോ ഇല്ലയോ നമ്മളെങ്ങനെ അറിയും?
ആദ്യം ദൈവത്തോട് ചോദിക്കണം, ഞാൻ അവിടെ ചെല്ലണോ കർത്താവേ? അവിടെ ചെന്ന് അവരുടെ കയ്യിലുണ്ടോ? അവരോട് നീ അങ്ങനെ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് ഉത്തരം വാങ്ങിച്ചു പോകുമ്പം കുറച്ചെങ്കിലും ഒരു കാശ് തരും. ഒരാൾ നമ്മുടെ വന്ന് കാശ് ചോദിക്കുമ്പം നമ്മുടെ കയ്യിൽ കാശ് കൊടുക്കാനില്ല എങ്കിൽ രണ്ടുപേർക്കും ഒരുപോലെ ദുഃഖമല്ലേ? ആവശ്യമില്ലാതെ പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ ഇടപെടരുത്. ദൈവം മരിച്ച ലാസറസിനെ ഉയർപ്പിച്ച ദൈവമാണ് നമ്മുടെ മുമ്പിൽ. അവൻ പറയുന്നത്, ലാസറസിൻ്റെ അടുക്കൽ ചെന്ന് യേശു അപ്പച്ചൻ കരയുന്നില്ല. നമ്മൾ ചിലരൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വിധി എഴുതും, അവരിനി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, അവൻ പോയ പോക്ക്. ആര് പറഞ്ഞെന്നേ? മരിച്ച ലാസറസിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ഹോപ്പില്ലായിരുന്നു, സ്വന്തം സഹോദരിമാർക്ക് പോലും. പക്ഷെ ദൈവം ഉറങ്ങിക്കിടക്കുന്നവനെ യേശു വിളിച്ചു വരുത്തുമ്പം ശവക്കല്ലറയിൽ കിടക്കുന്നവനെ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ഉറപ്പുണ്ടോ? വചനം പറയുന്നത് അങ്ങനെയല്ലേ? എഫെസ്യർക്ക് എഴുതിയ ലേഖനം വചനം 1:19 അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമിന്നതെന്ന് നമ്മൾ അറിയണം. ശക്തിയുടെ വലിപ്പം അറിയണമെങ്കിൽ അവൻ്റെ കൂടെ ഒട്ടിയിരിക്കണം. എന്തുകൊണ്ടാണ് ജോഷുവ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക? മോശയുടെ കൂടെ ഇരുന്ന പോലെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുമെന്ന് പറയുമ്പം മോശയ്ക്ക് ധൈര്യം കിട്ടിയത് ദൈവത്തിൽ നിന്നാന്ന് ജോഷുവായ്ക്ക് അറിയാം. മോശയ്ക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി ശക്തി ജോഷുവായ്ക്ക് കിട്ടി. കാരണം ജോഷുവയാണ് വാഗ്ദത്ത ഭൂമികൾ പ്രാപിച്ചെടുത്തത്. പ്രാപിച്ചെടുക്കാൻ പ്രത്യേക ബലം വേണ്ടേ? നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട സമയത്ത് ഉറക്കം തൂങ്ങിയിരുന്ന കാര്യം നടക്കുമോ? എഴുന്നേറ്റ് പ്രകാശിക്കുക. അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മൾ അറിയണം. ആറ്റം വെച്ച അവസ്ഥയിൽ, ഒരു മനുഷ്യന് അടുക്കാത്ത അവസ്ഥയിൽ, ലാസർ മരിച്ചുപോയെന്ന അവസ്ഥയിൽ, ഇനി ഒരു ഹോപ്പുമില്ലെന്ന് പറയുമ്പം, നിൻ്റെ മക്കളിനി തിരിച്ചു വരത്തില്ലെന്ന് പറയുമ്പം നമ്മൾ ഒരാളെങ്കിലും എഴുന്നേറ്റ് പറയണം, ഇല്ല ഞാനത് കാണും, തിരിച്ചു വരും, അവൻ വന്നിരിക്കുന്നു പറയാൻ ധൈര്യമുണ്ട്. ആര് പറയണം അവനവൻ്റെ മക്കൾക്ക് വേണ്ടി? എല്ലാവരും പറയണം. നമ്മളിപ്പം പള്ളിയിൽ ചെന്ന അച്ഛന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററിനെ, അവർ നമ്മൾ പറയുമ്പം പറയാനിരിക്കുക അവിടെ. അവർക്ക് 100 കൂട്ടം കാര്യങ്ങളില്ലേ? പറയാൻ കിട്ടിയെങ്കിൽ നല്ലത്. പക്ഷെ അവർക്ക് എവിടെ നേരം? നമുക്ക് പറയാൻ കൂല്ലോ. വചനം നമ്മുടെ സമീപസ്ഥ ഇല്ലേ? വചനം ഉണ്ടല്ലോ. അതാ പറയുന്നത് ഇബ്രായ ലേഖനത്തിൽ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമാണ്. തത്വത്തിനൊരു മുദ്രയുണ്ട്. ദൈവതത്വങ്ങൾക്ക്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കൊരു മുദ്രയുണ്ട്. അത് വെച്ചാണ് ഞാൻ പറയുന്നത്, അത് നടക്കും. സകലതും, ഭൂമിയിലുള്ള സകലതും അവൻ്റെ വചനം കൊണ്ടാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഈ എബ്രായ ലേഖനം 1:3 വാക്യം വളരെ പ്രധാനമാണ്. ഭൂമിയിലുള്ള എല്ലാത്തിനെ നിയന്ത്രിക്കുന്നത് വചനം. 1:3 വായിക്കുകയാണ്. അവനെ താൻ സകലത്തിനും, യേശുവിനെ അധികാരിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ്റെ തത്വത്തിൻ്റെ പ്രഭയും, ക്രിസ്തുവിനെ കുറിച്ചാണ്, തത്വത്തിൻ്റെ പ്രഭയും തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകയാൽ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നതും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശം. എന്ത് നാമമാണ്? ദൂതഗണങ്ങളെക്കാട്ടിലും ദൂതന്മാരെക്കാട്ടിലും വിശിഷ്ടമായ നാമം ആർക്കുണ്ടെന്നാണ് പറയുന്നത്? യേശുവിന്. ആ യേശു പറയാണ്, എഴുന്നേറ്റ് വാ എന്ന് ലാസറിനോട് വിളിച്ചു വരുമ്പോൾ ലാസർ ചത്തിട്ട് 4 ദിവസമായി. പക്ഷെ ആരാ പറയുന്നത്? ആൽഫയും ഒമേഗയായവൻ, സത്യത്തിൻ്റെ ആത്മാവുള്ളവൻ, ജീവനുള്ളവൻ വിളിച്ചു പറയുന്നു, എഴുന്നേറ്റ് വാന്ന് പറഞ്ഞു. അപ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ വെളിച്ചം കൊണ്ടുവരാൻ കഴിവ് ദൈവത്തിനുണ്ടെങ്കിൽ, ദൈവപുത്രനിൽ കൂടെ അത് വരുന്നെങ്കിൽ, നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പം കർത്താവ് തന്നെയാണ് നമ്മളിലും വസിക്കുന്നത്. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളെ അഴിച്ചു മാറ്റിയിട്ട്, ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് മുമ്പേ പോകുന്നവൻ വീരനായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം വരുമ്പോഴാണ് വിശ്വാസം വരുന്നത്. ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറഞ്ഞ് അത് പരിജ്ഞാനമായി. പരിചയം കൊണ്ട് പരിജ്ഞാനം. എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ വീട്ടിനകത്ത് ചോറുണ്ടാക്കും നമ്മളെ ആരും പഠിപ്പിക്കണ്ട. നമ്മൾ ഈ കേരളക്കാർക്ക് നമുക്കറിയാം എങ്ങനെ ചോറുണ്ട്. അത് കണ്ണടച്ച് നമ്മൾ ചെയ്യും. പക്ഷെ അമേരിക്കയിലുള്ളവരോട് ചോറുണ്ടാക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. ചെയ്ത് തഴമ്പിച്ച് കഴിഞ്ഞ് പരിജ്ഞാനമായി. അതുപോലെ വചനമെടുത്ത് ഉപയോഗിച്ചത് ജീവനാക്കണം. ചുമ്മാതെ വചനം വരുമോ? ആ വചനത്തിൻ്റെ ശക്തി വരുന്നത് പല പ്രാവശ്യം ഉരുവിടുമ്പോഴാണ്. കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ കർത്താവിൻ്റെ വചനത്തിനകത്ത് നമ്മൾ ശക്തി പ്രാപിക്കണം. കർത്താവ് പറയുന്നത് ഈ ലോഗോസിനെ റീമാക്കുന്ന ദൈവമാണ്. അവൻ്റെ പ്രവൃത്തി കാണണം. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് അവൻ്റെ വചനത്തിൻ്റെ ശക്തി, അവൻ്റെ നാമത്തിൻ്റെ ശക്തി, രക്തത്തിൻ്റെ ശക്തി, അഭിഷേകത്തിൻ്റെ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടാകട്ടെ. ചെങ്കടൽ മുമ്പിൽ നിൽക്കുന്നത് മാറട്ടെ.
അപ്പം ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പം നമുക്ക് മോശ കരയുന്നതായിട്ട് കാണാം. ദൈവം പറയും, നീ എന്തിനൊക്കെ കരയുന്നതെന്ന് ചോദിക്കുന്നു. എൻ്റെ നാമത്തിനൊരു ശക്തിയില്ലേ? എൻ്റെ വചനം നിൻ്റെ കയ്യിലില്ലേ? എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടല്ലേ? രക്തമണാളാന്ന് മോശയുടെ ഭാര്യ പോലും വിളിച്ചു പറഞ്ഞു. എന്ത് മറന്നുപോയോ നീ? അഭിഷേകത്തിൻ്റെ പുഷ്ടി എന്ന് പറയുന്നത്, അഭിഷേകം ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ അഭിഷേക തൈലം എൻ്റെ മേൽ വീഴുകയാണ്. അത് ധാരധാര ഓയിൽ എങ്ങനെയാണ് വീഴുന്നത്? അത് മനോഹരമായിട്ട് വീഴുമ്പോൾ കർത്താവിൻ്റെ വചനം അത് അഭിഷേക തൈലമായിട്ട് എൻ്റെ മേൽ വീഴുമ്പോൾ എനിക്കൊരു ബലമുണ്ട്. അപ്പോഴാണ് ഉയർപ്പിൻ്റെ ശക്തി എന്നിൽ വരുന്നത്. ആ ഉയർപ്പിൻ്റെ ശക്തിയിൽ നിന്നിട്ടാണ് വിളിച്ചു പറയുന്നത്, എഴുന്നേക്ക് എഴുന്നേക്ക്. അതായത് നമ്മൾ പറയുന്നില്ലേ, നമ്മൾ ആട്ടിൻകുട്ടിയെപ്പോലെ പേടിച്ച് നിന്ന് ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്നവനെ ആ കുതിരശക്തിയോടുകൂടെ ഈ ഉണങ്ങിയ ദേശത്തൂടെ അപ്പുറത്താക്കിയ ദൈവം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും, എൻ്റെ കുഞ്ഞിന് കഴിവില്ലേ? നീ വിഷമിക്കേണ്ടെന്നേ, ഞാനല്ലേ പോയിരിക്കുന്നത്, ഞാനവന് ബലം കൊടുക്കും. എല്ലാ അതുല്യ ശക്തികളെയും ദുഷ്ടാത്മ ശക്തികളെയും ആസാബിൻ്റെ സ്പിരിറ്റിനെയും പിന്നെ ജസബേൽ സ്പിരിറ്റിനെയും ഹോവ ചീയിറക്കി കരിച്ചു കളഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ സ്വതന്ത്രമാക്കി ദൈവത്തിൻ്റെ കയ്യിലോട്ടാക്കി വെക്കുന്നു. അവരെ കൊണ്ടുവരുന്നത് കാണാം, നമ്മൾ കാണും. നമ്മൾ തല തെറിപ്പിക്കുന്ന വചനമാണ് നമ്മൾ വായിക്കുന്നത്. ദുഷ്ടൻ്റെ ഒരു തന്ത്രവും നമ്മളെ മേലോ നമ്മുടെ കുടുംബത്തിൻ്റെ മേലോ ഒക്കത്തില്ല. ഇത് ഇന്ന് തലമുറയ്ക്കല്ലേ, വരാൻ പോകുന്ന പല തലമുറയ്ക്കും കൂടെ അയക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ പിതാക്കന്മാർ എവിടെയോ കിടന്നവർ 400 വർഷം മുമ്പ് കർത്താവിനെ കണ്ട് അവർ അന്ന് തൊട്ട് പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തു ക്രൂശിന്മേൽ കയറുന്നതിന് മുമ്പ് അന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ എല്ലാം സംഘത്തിനോട് നമ്മുടെ പ്രാർത്ഥനയും കൂടെ ചെല്ലുമ്പോൾ തീ പോലെ ഇത് പോകത്തില്ല. ഇത് പോയി പ്രവർത്തിച്ചിട്ടല്ല അത് വരുമ്പോൾ. പക്ഷേ 56 തോന്നുന്നു, 55 നമ്മൾ അയക്കുന്ന ഒരു വചനം, മഴയും മഞ്ഞും അയക്കുന്നത് പോലെ ഞാനൊരു വചനമയച്ചാൽ അത് ചെന്ന് പ്രവർത്തിച്ചിട്ടല്ലാതെ അത് തിരിച്ചു വരത്തില്ല എന്ന് പറയുമ്പം നമ്മൾ വചനമാകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തിട്ട് വചനമയക്കണം. യെശയ്യാ 55 പറയുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്തിൽ നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്ക വേണം. ഭൂമിയെ നനച്ചു ഫലഭക്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം അത് അങ്ങനെയായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ള നിവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് ദൈവം ചെയ്തില്ലേ? വിളിക്കുന്നു, ചൂള കുത്തി വിളിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. മുള്ളിന് പകരം സരള വൃക്ഷം വളരും, പറക്കാരിക്ക് പകരം കൊഴുന്തു വളരും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായിരിക്കും. അപ്പം ദൈവം വരുമ്പോൾ മരുഭൂമി ഉദ്യാനമാകും, ഉദ്യാനം വനമായി മാറും. അവിടെ ഇല്ലാത്ത ഒന്നുമില്ല. ഈ മക്കൾ അയ്യോ അതില്ല, കാശില്ല, മറ്റേതില്ല, പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ ഓരോരുത്തർ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും കുറേ നേരം ഈ വാക്യങ്ങളൊക്കെ എടുത്ത് വായിക്കണം. സർവശക്തനായ ദൈവം കൊണ്ടുതരും. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിനകത്തുള്ളവർ ചിലർ പറയും, മക്കൾ ചോദിക്കുമ്പോൾ കാശില്ല എന്നിട്ട് അവിടെ ഇവിടെ എല്ലാം ഞങ്ങൾ നോക്കും. പിറ്റേ ദിവസം കബഡ് തുറന്ന് നോക്കുമ്പോൾ 500 നോട്ട് അതിൽ കൂടെ പുറത്തോട്ട് തലേന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കി 3 പ്രാവശ്യം നോക്കി അവിടെ ഒരു പൈസ ഇല്ല എന്ന്. പിറ്റേ ദിവസം ഒരു പാമ്പിടിച്ച സ്ത്രീ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്, അവന് സ്കൂളിൽ പോകത്തില്ല. അവൻ പറഞ്ഞു, എൻ്റെ നിക്കറെല്ലാം കീറിപ്പോയി, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അമ്മ അലക്കുകാരിയാണ്. അവരലക്കാൻ പോയപ്പോൾ, ആറ്റിലിറക്കാൻ പോയപ്പം അവന് കറക്റ്റ് പാകമുള്ള ഒരു നിക്കർ കാറ്റത്ത് പറന്ന് അവരുടെ മുമ്പിൽ വന്ന് വീണു. അവരുടെ വായിൽ നിന്ന് ഞാൻ കേട്ടതാണ്. കുഞ്ഞിനെ അത് ഇടിപ്പിച്ചുകൊണ്ട് സ്കൂളിൽ വിട്ടു. പിന്നെ അവർ ആ മകൻ മിടുക്കനായി ജോലി ചെയ്തു, നമ്മുടെ തന്നെ ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വാങ്ങിച്ച് താമസിച്ചു, വീടുണ്ടാക്കി താമസിച്ചു. എവിടെ ആരുടെ ദൈവം? വിളിച്ചു വരുത്തുക. ദൈവം നമുക്ക് സമീപസ്ഥനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചൂളകുത്തി വിളിക്കുന്ന ദൈവം കടന്നു വന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാം. നാഥ, നീ കർത്താവിൻ്റെ മഹത്വം ഞാൻ യഹോവയാണെന്ന് പറയുമ്പോൾ കർത്താവേ, നീ ഞങ്ങൾക്ക് മുൻപായിട്ട് പോയി വരി ഒഴുക്കിയിട്ട് ഞങ്ങളുടെ തലമുറകൾ എവിടെ കിടന്നാലും വിളിച്ചു കൊണ്ടുവരുന്ന ദൈവം. ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന ദൈവം നീയല്ലേ അപ്പച്ച? അങ്ങനെ ഞങ്ങളുടെ തലമുറയെ വിളിക്കും. ഇബ്രാഹാമിനെ വിളിച്ചവൻ നീയാണ് കർത്താവേ. മോശ പറഞ്ഞു, ഞാൻ പോത്തില്ലെന്ന് പറഞ്ഞു. ദൈവം ചോദിക്കുന്നു, മോശയോട് ചോദിക്കുന്നു, നീ അല്ലെങ്കിൽ ആര് പോകുമെന്ന്. മോശ പറഞ്ഞു, എനിക്ക് വിൽക്കാമെന്ന്. ആരാണ് നിനക്ക് നാവ് തന്നെന്ന് ചോദിച്ചു. യെരമ്യാവ് പറഞ്ഞു, ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. ആരാണ് നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനിത് കൃപയിട്ട് തന്നിരിക്കുക. എവിടെ പോയി ഒളിക്കാനാണ് മക്കളെ? ഇപ്പം അതിനെ തിരിച്ചു കൊണ്ടുപോവുക.
മക്കളെ, ഭർത്താക്കന്മാർ, ഭാര്യമാർ ആവശ്യങ്ങളുടെ മുമ്പിൽ, അനേക ആവശ്യങ്ങളുടെ മുമ്പിൽ കർത്താവെ വഴിമുട്ടി നിൽക്കുന്നിടത്ത് നല്ല ആത്മാവിൻ്റെ ശക്തിയും കൊണ്ട് ചെന്നിട്ട് ഇരുമ്പോടാമളെ കണ്ണിച്ചിട്ട് താമ്രവാതിൽ ഉടച്ചു മാറ്റി വഴി തുറന്നു തന്നിട്ട് ഞങ്ങൾക്കുള്ള വഴി തുറക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ വീട്ടിൽ, മടിക്കകത്ത് നീ കൊണ്ടുതരും. കൊടുക്കുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നിറഞ്ഞ് ആളെ കമന്ന് ഒഴുകുന്ന ഒരു ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ദൈവത്തിൻ്റെ നിറവ് മടിയിൽ വന്ന് വീഴട്ടെ. അതങ്ങനെ ചെയ്യുന്നതിന് സ്തോത്രം. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തം പരമായിട്ട് ചെയ്യുന്ന ഒരു ദൈവശക്തി ഇപ്പോൾ പ്രാപിച്ച് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ കർത്താവിൻ്റെ മഹത്വം വലുതാണ്. മഹത്വം മഹത്വം മഹത്വം. നിൻ്റെ മഹത്വം നീ ഒരാൾക്ക് കൊടുക്കുകയില്ല. യു ആർ എ ജലസ് ഗോഡ്. വളരെ സെലസാണ് നീ. വളരെ തീക്ഷ്ണമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. നിൻ്റെ മുമ്പിൽ ആര് നിൽക്കും? നിന്നിലേക്ക് ആകർഷിച്ചാൽ ആര് വരാതിരിക്കും? അല്ലാതെ എങ്ങനെ ഒരാൾ ആകർഷിച്ചു ആരെങ്കിലും നിൻ്റെ അടുക്കൽ വരുമോ എന്ന് നീ തന്നെ ചോദിക്കുന്നു. ദൈവമേ, നീ ആകർഷിച്ചു കഴിഞ്ഞു. വചനമയച്ച് നയീലിലേക്ക് ഉള്ള സ്ത്രീയെ, നയീലിലെ വിധവയായ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ശവം അടക്കാൻ കൊണ്ടുപോകുമ്പം ഒരു മുഖത്ത് നോക്കിയില്ല, താഴെ മാത്രം നോക്കി നടന്ന് സ്ത്രീയുടെ അടുക്കൽ ചെന്ന് അവൻ ശവമഞ്ചത്തെ തൊട്ട ദൈവം ഇന്ന് അനേക മക്കളെ തൊട്ടുണർത്തി തിരിച്ചു കൊണ്ടുവരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. മാറിപ്പോയ പല അനുഗ്രഹങ്ങൾ ഇതാ തിരിച്ചു കൊണ്ടുവരുന്നു. ദൈവം ഓർക്കുന്ന ദിവസമാണിന്ന്. നിന്നെ ഓർപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. കൈനീട്ട് ഞങ്ങൾ വാങ്ങിച്ചെടുക്കുന്നു. എന്നെ സാഷ്ടാംഗം വണങ്ങി സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.